ഹായ്, വെൽക്കം ടു മോളീസ് കിച്ചൺ. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് മുരിങ്ങക്കായ്. സാമ്പാറിലും അവിയലിലുമൊക്കെ നാം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വ്യത്യസ്തമായി മുരിങ്ങക്കായ് കൊണ്ട് എങ്ങനെ തോരൻ വയ്ക്കാമെന്നൊന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ മുരിങ്ങക്കായ തോരൻ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ ഇങ്ങനെ നടുവേ കീറി എടുത്തതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കാമ്പായിട്ടുള്ള ഭാഗം നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല മൂപ്പായ മുരിങ്ങക്കായ ആയിരിക്കും. അത്രയും മൂക്കണമെന്നില്ല, കുറച്ചുകൂടി മൂപ്പ് കുറഞ്ഞാണ് വളരെ രുചികരമായ രീതിയിൽ തോരൻ വയ്ക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നത് ചീകി എടുക്കുന്നത് ഇങ്ങനെയാണ്. ചെറിയൊരു സ്പൂൺ മാത്രം മതി. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തിപ്പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ കാമ്പ് മുഴുവൻ ഇങ്ങോട്ട് വരും. വലിയ പ്രയാസമൊന്നുമില്ല, നമുക്കൊന്ന് ശ്രമിച്ചാൽ എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ നമ്മളിത് കുറേ മുരിങ്ങക്കായ നിന്ന് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളിൽ നിന്നും എൻ്റെ കാമ്പ് എടുത്തു വച്ചിട്ടുണ്ട്. ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ളൊരു തോരനാണ് ഈ മുരിങ്ങക്കായ. അതിൻ്റെ ഉള്ളിലെ കാമ്പ് ഞാൻ മുഴുവൻ എടുത്തു വെച്ചു. അതിനുശേഷം അത് ഒരുമിച്ച് പിടിച്ച് ഒന്ന് അരിഞ്ഞു. അല്ലെങ്കിൽ ഇത്രയും നീളത്തിൽ അത് പാചകം ചെയ്യുമ്പോൾ അത് ഭക്ഷിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന്, തീരെ ചെറുതാക്കണ്ട, എന്നാലൊന്ന് ചെറുതായിട്ട് ഞാനത് അരിഞ്ഞെടുക്കുകയാണ്. ഒരു തോരൻ വയ്ക്കാൻ പാകത്തിന് അത് അരിഞ്ഞ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ട് ചെറിയൊരു വഴുവഴുപ്പ് പോലെയൊക്കെ നമുക്ക് തോന്നും. കൈ പിടിക്കുമ്പോൾ അല്പം വഴുക്കിയൊക്കെ പോകും. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മുരിങ്ങക്കായ തോരൻ വയ്ക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലെ കാമ്പ് അരിഞ്ഞ് പാകമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനായി തേങ്ങ വേണം, പച്ചമുളക് വേണം, അതിനുശേഷം കറിവേപ്പില വേണം, സവാള അരിഞ്ഞത് വേണം, മഞ്ഞൾപ്പൊടി വേണം, പിന്നെ അതിലേക്ക് ചേർക്കാൻ പാകത്തിന് ഉപ്പ് വേണം, അല്പം തേങ്ങ കൊത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ കൊത്തി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. കടുക് വേണം, അല്പം വെളിച്ചെണ്ണയും വേണം, പിന്നെ ഒരു സ്വല്പം വെള്ളം ഇതിന് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിലേക്കായിട്ട് ഒരു തവ എടുത്ത് അടുപ്പിൽ വെച്ചു. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കണം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അല്പം കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ചൂടായി അത് പൊട്ടുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. എണ്ണ ഏതാണ്ട് ചൂടായി വരുന്നതേ ഉള്ളൂ. മുരിങ്ങക്കായുടെ സീസൺ ആയതുകൊണ്ട് നമുക്കിതുപോലെ മുരിങ്ങക്കായ ഉണ്ടാക്കാൻ നല്ലതാണ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നു. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി നോക്കാം. മറ്റ് കറികൾക്കുണ്ടാക്കുന്ന പോലെ തന്നെ സവാള വഴറ്റിയെടുക്കാനൊന്നും നമ്മൾ ശ്രമിക്കേണ്ടതില്ല. ഒരുവിധം ആയി കഴിയുമ്പോൾ തന്നെ അടുത്ത ചേരുവകൾ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് തോരൻ കറി ആയതുകൊണ്ട് സവാള വഴറ്റാൻ വേണ്ടി ഒന്നും നിൽക്കണ്ട. ഏതാണ്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചൂടാവാൻ അനുവദിക്കാം. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് ചൂടായി വരുന്നവരെ കൊടുക്കാം. മൂപ്പ് കുറഞ്ഞ തേങ്ങ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങളായിട്ട് കുത്തിയെടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഈ തോരനിടയിൽ തേങ്ങ കടിക്കുന്നത് വളരെ രുചിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന മുരിങ്ങക്കായ അത് അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് വളരെ കുറഞ്ഞ വേവേ ഉള്ളൂ, കാര്യമായ വേവൊന്നുമില്ല. വളരെ തന്നെ പെട്ടെന്ന് പാചകം ചെയ്തെടുക്കാൻ കഴിയും. ഏവർക്കും ഇഷ്ടമാകുകയും ചെയ്യും. മുരിങ്ങക്കായുടെ കമ്പും കോലും ഒന്നും വായിൽ തടസ്സമില്ലാതെ നമുക്ക് കഴിക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഏറ്റവും എളുപ്പമുള്ളൊരു പണി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ
ഇനി ഉപ്പ് ചേർത്തതിന് കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടി ഇളക്കാം. കൂടെ മഞ്ഞൾപ്പൊടിയും, കീടനാശിനികളുടെ അംശമൊന്നും ഇല്ലെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിറത്തിന് വേണ്ടിയൊക്കെ നമുക്കത് പ്രയോജനകരമാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം വെള്ളം ചേർക്കാം. വെള്ളമൊന്നും കാര്യമായിട്ട് ആവശ്യമില്ല, എന്നിരുന്നാലും വളരെ കുറച്ച് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് മൂടി വെച്ച് ആവിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അല്പം കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി നോക്കാം. പൂർണ്ണമായ വേവായിട്ടില്ല, എന്നാൽ പകുതി വേവായിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായി ഇളക്കി നോക്കിയതിന് ശേഷം വെന്തോ ഒന്നൊന്ന് നോക്കാം. ഇളക്കി കഴിഞ്ഞതിലേക്ക് നമ്മൾ തേങ്ങയും ഉള്ളിയും മുളകും കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി വേവായിട്ടുള്ളൂ, എന്നിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി മൂടി ബാക്കി വേവിന് വേണ്ടി കാത്തിരിക്കാം. ഒന്നുകൂടി അടച്ചു വയ്ക്കുകയാണ്. ഇനി ഒന്നുകൂടി നമുക്ക് വെന്തോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇളക്കുകയാണ്. ഇതിലൊട്ടും തന്നെ ജലാംശമൊന്നുമില്ല. മുരിങ്ങക്കായിൽ തന്നെ അല്പം ജലാംശമുണ്ട്, അതൊക്കെ മതി ഏതാണ്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് സിമ്മാക്കി കുറച്ച് നേരം കൂടി ഒന്ന് നോക്കാം. ഏതാണ്ട് വെന്തിട്ടുണ്ട് മുരിങ്ങക്കായ്. ഇനി അതിൻ്റെ ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊന്ന് നമ്മൾ നോക്കിയാൽ മാത്രം മതി. മുരിങ്ങക്കായ ഏതാണ്ട് വെന്തു. ജലാംശമൊക്കെ വളരെ കൃത്യമായിട്ട് പോയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. മുരിങ്ങക്കായുടെ സീസണാണിത്.